ഹലോ ഗായ്സ്, ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള മുഹമ്മദ് ഖാൻ കൃഷിത്തോട്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ മുഹമ്മദ് ഖാൻ്റെ ഒരു കൃഷിത്തോട്ടം കാണിക്കുന്ന വീഡിയോ ആണ്. കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഓരുണ്ടാക്കിയ കൃഷി അതൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ടാക്കാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ തോട്ടം എന്താ ഇവിടെ ആണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഒരു നല്ലൊരു മാവുണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞു തൈയാണ്, പക്ഷേ ഇതിൻ്റെ മുകളിൽ നിറച്ചതാ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, കുറേ ഉണ്ടായിരിക്കുന്നു കേട്ടോ. പിന്നെ ഇതാ മുരിങ്ങൻ്റെ ഇലയാണ്. ഇതിപ്പോൾ ഞങ്ങൾ പൊട്ടിച്ചെടുക്കലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കരണ്ട് വെച്ചിരിക്കുന്നു. ഇവിടെ വീടുണ്ടാക്കാൻ പോകായിരുന്നു. അപ്പോൾ ഇവിടെ ഫുള്ള് തറ കെട്ടിയിരിക്കുന്നു. അപ്പം കുറച്ച് സമയം ഒരേ മോൻ്റെ കല്യാണം ആയപ്പം കല്യാണം കഴിയുന്നവരെ നിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതുവരെ ഒരു വെറുതെ നിൽക്കണ്ട വിചാരിച്ചതാ കൃഷി ചെയ്തിരിക്കുന്നു നിറച്ചും. ഇതാ ചീര, പിന്നെ ഇതാ കുഞ്ഞൊരു തെങ്ങിൻ്റെ തൈമിൽ ഇതാ ഗൈസ് കുറേ തേങ്ങ ഉണ്ടായത് കണ്ടോ. നല്ല നോക്കൂട്ടോ. ഒരു മുഹമ്മദ് ഖാൻ എന്നും വരും, എന്നിട്ട് ഇതാ നനച്ച് കൊടുക്കും. കുട്ടികളെ നോക്കണ പോലെ തന്നെ നോക്കൂട്ടോ ഇതിങ്ങൾ. ഇതാ കണ്ടോ ഗൈസ്, ഇന്നിവിടെ ഒരു വന്ന് നനച്ച് പോയി അല്ലേ ഒരേ എടുക്കാൻ വീഡിയോയിൽ. ഇതാ നല്ല വെണ്ടൻ്റെ തൈയാണ് കേട്ടോ. വെണ്ടയൊക്കെ ഉണ്ടായിട്ടുണ്ട്, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഉണ്ട്. പിന്നെതാ ഫുൾ ചീര. ഇവിടെ കുറേ ചീര പറിക്കുമ്പോൾ അതാ കഴിച്ചു എൻ്റെ കാലിട്ടുണ്ട്. ചീരയൊക്കെ ഞങ്ങൾക്ക് പറിക്കുമ്പോൾ കുറേ തന്നു. കുറേ ചീര തന്നു കേട്ടോ. അതാ പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ ചീര കൊടുക്കലുണ്ട് കേട്ടോ. അതിൻ്റെ അടയാളമാണ് കട്ട് ചെയ്ത്. അതാ കുറേ ഫുൾ നല്ല ഭംഗിയിലുണ്ടായിന്. അപ്പോൾ അത് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഫുള്ളുണ്ടായി. വീഡിയോ എടുക്കാനോ ഇതാ മത്തനുണ്ടായി വരുന്നുള്ളൂ കേട്ടോ ഗൈസ്. ഇത് മത്തൻ കുറേ പൂവിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഇതാ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതിലേക്കാണ് ഒരു മോട്ടർ ഇട്ട് വെള്ളം എടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഈ ഒരു പാത്രത്തിലാക്കി നനച്ചു കൊടുക്കും. പിന്നെ അതാ നല്ല പയറുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല നോക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. കുട്ടികളെ നോക്കുമ്പോൾ പോലെ അങ്ങനെ നല്ല ഇതിലാണ് ഓമനിച്ച് പരിപാലിക്കുന്നതാണ്. അതന്നെ വളമൊന്നുമില്ല ഗൈസ്, നല്ല സൂപ്പറായിട്ട്. ഇതാ കണ്ടോ ഗൈസ്, ഇതൊക്കെ ഉണ്ടാക്കിയാണ്ടല്ലേ. അത് കണ്ടാൽ തന്നെ അറിയാം. എന്നും 4:30 വരും. അതുപോലെ ഇതാ സപ്പോർട്ടൻ്റെ തൈ, സപ്പോർട്ട ഉണ്ടാക്കിയതാ കുറേ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതാ അവിടെയൊക്കെ കണ്ടോ നിറച്ചുണ്ടായിരുന്നു. എല്ലാതും ഇതൊക്കെ ഉണ്ടാകാൻ കാരണം മൂപ്പര അധ്വാനം കേട്ടോ. എല്ലാം നല്ലോണം നോക്കും. ഞങ്ങളെന്നും കാണും. ഞങ്ങൾക്ക് തരലുണ്ട്, എല്ലാം തരും. അതിമേലൊക്കെ കുറേ കർമ്മൂസ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ പറിച്ചിട്ട് ഇതാ ഉണ്ടാവുന്നുള്ളൂ. ഇതാ കണ്ടോ, നനച്ച് പോയതിൻ്റെ അടയാളമാണ്. നോക്കി നടക്കണോ, എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതാ ഈ കിണറാണ്. ഈ കിണറിൽ നിന്നാണ് ഒരു വെള്ളം എന്നും ആദ്യം കോരലായിരുന്നു. നല്ലോണം കോരിയാണ്ട് എല്ലാത്തിനും കൊണ്ടേ കഴിക്കൂ. പിന്നാണ് ഒരു മോട്ടർ വെച്ചത് കേട്ടോ. ഇപ്പം എടുത്ത് വെച്ചിട്ടുള്ളൂ. അവിടെ ഇതാ വേറെ വെണ്ട ഉണ്ടായിട്ടുണ്ട്. പൂവുണ്ടായിട്ടില്ലേ. അതൊക്കെ കുറച്ച് ഉണങ്ങിപ്പോയെന്നാലും ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതാ കർമ്മൂസ ഉണ്ടായണ്ടോ വയസ്സ്. പപ്പായ കർമ്മൂസ പറഞ്ഞാൽ അറിയാത്തവർക്ക്. ഇവിടെ ദാ മുലക്ക ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ദാ മത്തൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മത്തൻ വലുതാവുന്നുള്ളൂ. പിന്നെ ദാ അവിടെ ചേനയൊക്കെ ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. വലുതാവുന്നുണ്ട്. ഇതാ മത്തൻ്റെ വേറെ ഇതാ ഉണ്ടാവുന്ന അപ്പുറത്ത് കാണിച്ചെന്നില്ല. അതുപോലെ തന്നെ ഇതാണ് ചീര കുറേ എല്ലാവർക്കും കൊടുത്തിട്ടോ. പിന്നെ ഇതാ പണ്ടൊക്കെ ഇതാ മൈലാഞ്ചി അരച്ചിടലുണ്ടായിരുന്നല്ലോ. ഇപ്പം ആരും അങ്ങനെ അതൊന്നും കാണല്ല. എല്ലാവരും ഇപ്പോൾ ഓർഡർ ചെയ്ത് വാങ്ങാൻ അല്ലാണ്ട് ഇതാ അത് നിറച്ചും ഉണ്ടായിരിക്കുന്നത്. ഇപ്പം അധികം വീടുകളിലും ഇതില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോയി ഇതാ അവിടെ നിറച്ച് മൈലാഞ്ചി ഉണ്ടായിട്ടുണ്ട്. എന്താ ഗൈസ്, ഇതൊരു തറയാണ് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം താൽക്കാലികം നിർത്തി വെച്ചതാണ്. ഇതാ ഓരോന്ന് പറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കൊക്കയാണ് ഗൈസ്. കണ്ടോ, നല്ല സെറ്റപ്പാണ് ഒക്കെ ഗൈസ്. ഞങ്ങളുടെ വീടാണ് കേട്ടത്. ഇതാ അതിൻ്റെ ബാക്ക് സൈഡ് ഞങ്ങൾ പറഞ്ഞില്ലേ, ഈ അടുക്കളയിൽ നിന്നാണ് ഞങ്ങൾ അതൊക്കെ കാണൽ. ഇവിടെ ആണ് ഇതിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. അപ്പം ഗൈസ് ഇവിടെ ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇവിടെ കൂടെ ഒരു ഇടവഴി ഉണ്ട്. ഇതിലൂടെ ആണ് ഇവിടേക്കുള്ള വഴി. ഇവിടെ മേലെ ഒരു വീടും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ ഇന്നൻ്റെ വീട് ബാക്ക് സൈഡിൽ
അപ്പം ഓരോ വീട്ടിലും ഉണ്ട് കേട്ടോ കുറേ. ഇതാ റംബൂട്ടാൻ്റെ മരമാണ്. അതിൻ്റെ മുകളിൽ ഇതാ ഫുള്ള് പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതാ നല്ല മാങ്ങ ഉണ്ട്. എന്ത് മാങ്ങ അറിയില്ല, മറ്റേ ചേലമാങ്ങ ആണെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഇതാ ഇമ്മത് കായ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇതാ താഴത്തെ വീട്ടിലിതാ കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അടിപൊളിയായിട്ട് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിലാദ്യമായിട്ട് ഉണ്ടാവുകയാണ് ഈ മരത്തുമ്മൽ. പിന്നെ അവിടെ എല്ലായിടത്തും അധികം വീട്ടിൽ നല്ല മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ വീട്ടിലാണ് മാങ്ങ ഒന്നും ഇല്ലാത്തത്. അപ്പോൾ ഇതാ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ. അപ്പോൾ ഗായ്സ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.